CPIM-ൻ്റെ 24ാം ദേശീയ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള പാർട്ടി ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ 3 വർഷം നമ്മുടെ പാർട്ടി ഇന്ത്യയിലാകെ നടത്തിയ പ്രവർത്തനങ്ങളുടെ സമഗ്രമായ അവലോകനങ്ങളാണ് ഈ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഒക്കെയുള്ള ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതികളുടെ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെട്ട് നടത്തേണ്ട രാഷ്ട്രീയ ഇടപെടലുകളുടെ സമഗ്രമായ രൂപരേഖയും ശരിയായ ദിശാബോധവും രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ പരിശോധനകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ റിപ്പോർട്ടും ഈ സമ്മേളനത്തിൽ നമ്മൾ രൂപീകരിക്കാൻ പോവുകയാണ്. അതോടൊപ്പം നമ്മുടെ പാർട്ടി ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി സംഘടനാ രംഗത്ത് വരുത്തേണ്ട പ്രവർത്തനങ്ങളും വ്യക്തികളെന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ ചരിത്ര മുഹൂർത്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ നാം നടത്തേണ്ട തയ്യാറെടുപ്പുകളെക്കുറിച്ചുമുള്ള സമഗ്രമായ പരിശോധനയും തീരുമാനങ്ങളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതമായ ജനാധിപത്യ പൈതൃകങ്ങളുടെയും പ്രവർത്തന ശൈലിയുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ സമ്മേളനങ്ങളിൽ രൂപപ്പെടുന്നത്. ഇന്ത്യയിലെ 1 ലക്ഷത്തിലധികം വരുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരവരുടെ ഘടകങ്ങളിൽ ഈ നിലയിൽ നാം നിർവഹിക്കേണ്ട ബഹുമുഖമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള സൂക്ഷ്മതലത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ പ്രാദേശിക സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ജില്ലാ സമ്മേളനം ഇന്ന് രാവിലെ ആരംഭിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടന അത്യന്തം അപകടകരമായ ഒരു വഴിയിലൂടെ തന്നെയാണ് നീങ്ങിപ്പോകുന്നത്. 3ാമത്തെ തവണയും തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയ പ്രതിനിധികൾ രാജ്യാധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ വഴിയിലൂടെയുള്ള ഒരു സഞ്ചാരപഥമാണ് നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ RSS പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന BJPയുടെ പ്രധാനമന്ത്രിയാണ് 3ാമതും അധികാരത്തിലിരിക്കുന്നത്. ഹിന്ദുത്വ അജണ്ടയാണ് അവർ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഹിന്ദുത്വ അജണ്ട എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലമായി ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വ ശക്തികൾ നമ്മുടെ സമൂഹത്തെ വർഗീയമായി ചേരിതിരിക്കാൻ നടത്തുന്ന പരിശ്രമത്തിൻ്റെ അജണ്ടയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ തീവ്ര ഹിന്ദുത്വ വർഗീയതയ്ക്ക് അനുയോജ്യമായ തരത്തിൽ ഭിന്നിപ്പിച്ച് തങ്ങളുടെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഹിന്ദുത്വ ശക്തികൾ കണ്ടെത്തിയ വഴിയാണ് തീവ്ര ഹിന്ദുത്വം. ആ വഴി പൂർണ്ണമായും ന്യൂനപക്ഷ വിരുദ്ധമാണ്, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധമാണ്. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും അത് നല്ല നിലയിൽ തന്നെ തീവ്രമായി എതിർക്കുകയാണ്. അത്
മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും അവരെ ഒന്നും ദേശീയ പൊതുധാരയുടെ ഭാഗമായി അവരെ അംഗീകരിക്കുന്നില്ല. അവരെ എല്ലാം ഹിന്ദുത്വവൽക്കരിക്കണം എന്ന സമീപനമാണ് അവർക്കുള്ളത്. സ്വാഭാവികമായും ആ അജണ്ടയിലൂടെയാണ് നീങ്ങുന്നത്. ആ അജണ്ടയിലൂടെ നീങ്ങി ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കാനാണ് ലക്ഷ്യം. ഒരിക്കലും അവർ മറച്ചു വെക്കുന്നില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആക്കും, മതാധിഷ്ഠിത രാജ്യമാക്കും. ഹിന്ദുത്വ അജണ്ട അനുസരിച്ച് ഉള്ള നയസമീപനങ്ങൾക്ക് കീഴ്പ്പെടാത്ത മതന്യൂനപക്ഷത്തെ രണ്ടാംകിട പൗരന്മാരാക്കും. അതിൻ്റെ അജണ്ടകൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പരിഷ്കൃതമായ ഒരു കാലത്തിൻ്റെ ഒരു സ്പന്ദനത്തെയും തിരിച്ചറിയാത്ത പ്രാകൃതകാല മൂല്യബോധത്തെ മുന്നിൽ വെച്ച് കാര്യങ്ങളെ കാണുന്ന ശാസ്ത്ര യുക്തിബോധത്തിൻ്റെ കണിക പോലുമില്ലാത്ത അപരിഷ്കൃതമായ സാംസ്കാരിക മൂല്യം 140 കോടി മനുഷ്യർ ജീവിക്കുന്ന ഒരു മഹാസംസ്കാരത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ഏത് ഹീനമായ കിരാതമാർഗവും അവർ സ്വീകരിക്കും എന്നുള്ളതാണ് അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അവിടെ ഹിന്ദുത്വ മുൻഗണനകളുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 10 കൊല്ലം പൂർത്തീകരിച്ചപ്പോൾ ആ ഹിന്ദുത്വ മുൻഗണന വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് നൂറുകണക്കിന് വർഷം മുസ്ലിം ജനസമൂഹം ആരാധിച്ചു പോകുന്ന ഒരു പള്ളി പൊളിച്ച് തകർത്ത് അവിടെ ഒരു ഹിന്ദു ദേവാലയം സ്ഥാപിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പോയി അത് ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ മനുഷ്യ സംസ്കാരത്തിൻ്റെ നാളിതുവരെയുള്ള വളർച്ചയുടെ ഉത്തോലകം വെച്ചുകൊണ്ട് നമ്മളൊന്ന് അളന്നു നോക്കിയാൽ ഇത്രയും പ്രാകൃതമായ ഒരു നടപടി ചരിത്രത്തിൽ അത്യപൂർവമായില്ലേ കാണുള്ളൂ. സാംസ്കാരിക മൂല്യങ്ങളും കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കും.